Hi guys, welcome and welcome back. So actually ഇതിൻ്റെ 5 minutes വ്ളോഗാണ്. ഇത് ഈദിൻ്റെ 2 day മുമ്പത്തെ ഒരു ക്ലിപ്പാണ്. അപ്പം ചുടുന്നതൊക്കെ കുറേ അപ്പം ഒന്നും ഇവിടെ ചുട്ടിട്ടില്ല. ഈ പൊരിയുണ്ട മാത്രമാണ് ഇവിടെ ചുട്ടത്. ബാക്കിയൊക്കെ എൻ്റെ എളാമ്മ തന്നിട്ടുണ്ടായിരുന്നു. എളാമ്മൻ്റെ അപ്പം വളരെ ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കുറേ അപ്പമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഒരു 500 ആയിട്ടുണ്ടാവും ഈ ഒരു പൊരിയുണ്ട ചുട്ടത്. പിന്നെ ആക്ച്വലി ഇവിടെ കുറേ ആളൊന്നും വരാറില്ല നമ്മുടെ വീട്ടിലേക്ക്. പിന്നെ നമ്മൾ ഇതിൻ്റെ മുമ്പ് നമ്മൾ കുറച്ച് പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു, ആക്സസറീസ്, ഡ്രസ്സ് അങ്ങനത്തെയൊക്കെ. പക്ഷേ ഞാൻ ഡ്രസ്സ് ഇടുന്നെടുത്തതല്ല, എൻ്റെ ബാബി എനിക്ക് ദുബായിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ ഈദിന് വേണ്ടിയിട്ട് ഇട്ടത്. പക്ഷേ കുറച്ച് ഡ്രസ്സൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടെന്ന്, പക്ഷെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമുക്ക് ഈദിന് വേണ്ടിയിട്ട് കുറേ സാധനമൊക്കെ വേണമല്ലോ, ജ്യൂസിന് വേണ്ടിയിട്ടും അതുപോലെ പിന്നെ നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനമൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുണ്ടായിരുന്നു ഈദിൻ്റെ നൈറ്റ്. ബിക്കോസ് ഈദ് ആവോ ഇല്ല എന്നൊന്നും വലിയൊരു കൺഫേം ഇല്ലായിരുന്നു. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള പട്ടാക്കിയൊക്കെ പൊട്ടിച്ചു. എൻ്റെ ബ്രദറാണ് ഇതൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ എൻ്റെ ബ്രദറിനെക്കാട്ടിലും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. നമ്മളൊക്കെ വിചാരിച്ചത് മേ ബി സാറ്റർഡേ ആയിട്ടുണ്ടാവും ഈദാവുന്നത്, പക്ഷേ ഇത് ഫ്രൈഡേ ആയിട്ടുണ്ടാവും. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തതിന് ശേഷം എൻ്റെ നെയ്ബേഴ്സ് 2 പിള്ളേർ എൻ്റെ അടുത്ത് വന്നു മെഹന്തി വെക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഡിസൈനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. എൻ്റെ മൈൻഡിൽ വരുന്ന ഇതുപോലത്തെ ചെറിയ ഡിസൈൻ വെച്ച് കൊടുത്തു. പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ അങ്ങനത്തെ ചെറിയ ഡിസൈൻ തന്നെയാണ് ഞാനും വെച്ചത്. ഇതൊക്കെ ഒരു ആസ്തറ്റിക് ആവുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് വെച്ചത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഉമ്മാക്കും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ. ഇപ്പോൾ ആരും അങ്ങനെ കുറേ ആയിട്ട് വെക്കാറില്ലല്ലോ. പിന്നെ നമ്മൾ നൈറ്റ് തന്നെ ഒരു ചിക്കൻ കറി, രാവിലത്തേക്ക് വേണ്ടിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാനൊക്കെ പ്രിപ്പയറായി. ദെൻ മോർണിംഗിൻ്റെ കുറച്ച് ക്ലിപ്പാണ്. പെട്ടെന്ന് എനിക്കൊന്നും ക്ലിപ്പ് ആഡ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു. ക്ലീനിങ് അതൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി. ഇതാണ് നമ്മുടെ ഈദ് സ്പെഷ്യലായിട്ടുള്ള ഫുഡ്, അതായത് അപ്പം. നല്ല കുറേ അപ്പം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ പൊരിയുണ്ട മാത്രമാണ് ഇവിടെ ഉണ്ടാക്കിയത്, ബാക്കിയൊക്കെ എൻ്റെ എളാമാൻ്റെ ഇവിടെ നിന്നാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പിസ്ത ബദാമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് വേണ്ടി. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു കെറ്റ് റെഡി വിത്ത് മീ. എൻ്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു, ചെറുതായിട്ട് ഞാൻ പെട്ടെന്ന് റെഡിയായി. എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫോട്ടോസാണല്ലോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നെയ്ബറായിട്ട് തന്നെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ അവരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇതാണ് എൻ്റെ ഈദിൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആക്ച്വലി ഇതാണ് എൻ്റെ ബാബി കൊണ്ടുവന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡ്രസ്സ്. അത് മാത്രമല്ല എനിക്ക് നല്ല എൻ്റെ ഫേസിലേക്കൊക്കെ നല്ല പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സ്. പിന്നെ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ, ഈദ് സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണിയാണ്. നമ്മുടെ വീട്ടിലേക്ക് പൊതുവെ അങ്ങനെ ആൾക്കാരൊന്നും വരാറില്ല. അങ്ങനെ നമ്മൾ ചിക്കൻ ബിരിയാണീനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ. പിന്നെ ഒരു ഈവനിങ് ആയപ്പോൾ ഞാൻ എൻ്റെ ഗ്രാൻഡ്മാൻ്റെ വീട്ടിലേക്ക് പോയി. ഞാനും എൻ്റെ ഫാമിലി എല്ലാവരൊക്കെ പോയതാണ്. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നല്ല ഒരു വൈബില്ല, പണ്ടത്തെ ആ ഒരു ഫീലൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ അടുത്തേക്ക് പോയപ്പോൾ ഒരു വൈബാവുമെന്ന് വെച്ചിട്ട് നമ്മൾ പോയി. വീട്ടിലേക്ക് വന്നിട്ട് 3 day കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒന്നിനും സമയം കിട്ടാത്തത് കൊണ്ടാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ബൈ.